GST കുറച്ചാലോ GST ഒഴിവാക്കിയാലോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുടെ വില കുറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും GST കുറച്ചതുകൊണ്ട് നമ്മുടെ വാഹന നിർമ്മാതാക്കളെല്ലാം അവരുടെ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ വില കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ GST കൊടുക്കേണ്ടതില്ലാത്തതിൻ്റെ ഗുണം മുൻപേ അനുഭവിച്ചറിയുന്നവർ അത് പ്രവാസികളാണെന്ന് വേണം പറയാൻ. കാരണം അവർക്ക് മുൻപ് തൊട്ടേ അവർ ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് GST ഒഴിവാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതെ. പക്ഷെ പലർക്കും അത് അറിയില്ലായിരുന്നു. അത് വേറൊരു കാര്യം. നമുക്കിപ്പോൾ GST എന്ന് പറയുന്നത് ചെറുതായിട്ടൊക്കെ തോന്നുമെങ്കിലും 100 രൂപയ്ക്ക് 18 രൂപ അത്തരത്തിൽ അന്ന് മുതലേ പ്രവാസികൾക്ക് ഒഴിവാക്കി കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഇതുവരെ ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാം. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. വലിയ തുകയൊന്നും ആവില്ല. മാസം ഒരു 821 രൂപയൊക്കെ കൊടുത്തതിനാൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. അതും 2 കോടിയുടെയൊക്കെ കവറേജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഒരു കവറേജ് ഇതുകൊണ്ട് നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിന് അവരുടെ ഭാവിയിലേക്കുള്ള ചിലവുകൾ, അതായത് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്താൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾക്ക് പകരമാവാൻ പണത്തിന് സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കാൻ അതിന് കഴിയും. എല്ലാ പ്രവാസികളും നാട്ടിലൊരു സ്ഥലം വാങ്ങുകയോ വീട് വയ്ക്കുകയോ മറ്റു നിക്ഷേപങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്നേ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ നിക്ഷേപങ്ങളൊക്കെ വിറ്റുപെറുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പണ്ടത്തെ പോലെ അല്ല ടേം ഇൻഷുറൻസ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വളരെ വലിയ ഒരു തുക ലഭിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസുഖം വന്നതിന്, ഇപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്നതിന് കുറച്ച് കാലത്തെങ്കിലും നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുഴുവൻ കവറേജ് തുകയിൽ ലഭിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട്. അതിന് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ നമ്മുടെ ബേസ് ടേം പാക്കേജിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നമുക്ക് അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കവറേജ് തുക ലഭിക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആക്സിഡൻ്റൽ ഡിസബിലിറ്റി റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ നമ്മുടെ ബേസ് പാക്കേജിനോടൊപ്പം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിരവധി റൈഡറുകളുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യാൻ വളരെ ചെറിയൊരു തുക മാത്രം നമ്മൾ നമ്മുടെ ബേസ് പാക്കേജിനോടൊപ്പം കൊടുത്താൽ മതി. നിങ്ങളൊക്കെ തന്നെ പ്രവാസികളായത് എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളില്ലാത്തൊരവസ്ഥയിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഇത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ സാധിക്കും. പ്രവാസ നാട്ടിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഒരു ടേം ഇൻഷുറൻസ് എടുക്കരുത്. കാരണം അവിടത്തേക്കാൾ 35% വരെ ചീപ്പർ പ്രീമിയമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ടേം ഇൻഷുറൻസിന്. അത് മാത്രമല്ല, നമ്മൾ ആനുവലി പേ ചെയ്യുമ്പോൾ നമുക്ക് 5% വരെ ഡിസ്കൗണ്ട് വേറെയും ലഭിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ക്ലെയിമിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ലൈൻ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ സ്പീഡായിട്ടും സ്മൂത്തായിട്ട് നടക്കും. ടേം ഇൻഷുറൻസ് എത്രയും വേഗം എടുക്കുന്നു അത്രയും നല്ലതാണെന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറവുള്ളപ്പോൾ വളരെ കുറവ് പ്രീമിയം ആയിരിക്കും ടേം ഇൻഷുറൻസിന്. അതേ പ്രീമിയം തന്നെയാണ് നമ്മൾ അവസാനം വരെ അടച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും പ്രവാസികളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അതിനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ QR കോഡ് ഉപയോഗിക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പ്രശസ്തമായ കമ്പനികളുടെയും പ്ലാനുകൾ കാണാം. എല്ലാം പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും.